നിങ്ങൾക്കൊരു ബാലൻസ് ഷീറ്റ് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുമോ? ഒരുമാതിരിപ്പെട്ട എല്ലാവരും എസ് എന്നായിരിക്കും ആൻസർ പറയാം. ബട്ട് വാട്ട് ഇഫ് ഐ ഫോക്കസ് ഓൺ ഡു യു റിയലി നോ ഹൗ ടു റീഡ് ത്രൂ എ ബാലൻസ് ഷീറ്റ് എന്ന് ചോദിച്ചാൽ ഒന്ന് പതുങ്ങും അല്ലെ. എങ്ങനെയാണ് കൃത്യമായിട്ടൊരു ബാലൻസ് ഷീറ്റ് വായിക്കാൻ പറ്റുക? ബേസിക് ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് കൊമേഴ്സിൽ ചെറിയ നോളജ് ഉണ്ടെങ്കിൽ കാര്യമായിട്ട് എന്തൊക്കെയാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അതിനകത്ത് നിന്നും രണ്ട് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ രണ്ട് ഐറ്റം എടുത്തിട്ട് ഇത് തമ്മിലുള്ള കണക്ഷൻ വെച്ചുകൊണ്ട് ഈ കമ്പനിയുടെ പൊസിഷൻ എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ നമ്മൾ ഇന്ന് അതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ പോവുകയാണ്. വെൽക്കം ടു എൻട്രി കൊമേഴ്സ്, യുവർ പെർഫെക്റ്റ് കൊമേഴ്സ് കരിയർ പാർട്ണർ. ഓക്കെ, അപ്പോൾ ഞാനൊരു സെനറിയോ തരാണ്. നിങ്ങളുടെ അടുത്തൊരു കമ്പനി വന്നിട്ട് പറയാണ് നിങ്ങളുടെ എല്ലാ ലൈഫ് സേവിങ്സും ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ഒരു വർഷം കൊണ്ട് 70% ഗ്യാരണ്ടീഡ് റിട്ടേൺ നിങ്ങൾക്ക് തരാമെന്ന് പറയാണ്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ വേറൊരു സിറ്റുവേഷൻ പറയാം. നിങ്ങളൊരു ബിസിനസ് ലീഡ് ചെയ്യുന്ന ആളാണ്. നിങ്ങളുടെ ഒരു പുതിയ ക്ലയന്റ് നിങ്ങളോട് പറയാണ് നിങ്ങളുടെ മറ്റ് ക്ലയൻസ് തരുന്നതിനേക്കാൾ കൂടുതൽ ഓർഡർ, മേ ബി 10 ഇരട്ടിയിലധികം ഓർഡേഴ്സ് ഞങ്ങൾ തരാം, പക്ഷെ ഞങ്ങൾക്ക് 1 ഇയറിന്റെ ക്രെഡിറ്റ് പീരീഡ് വേണം. മേ ബി നമുക്ക് ഒരു വർഷത്തെ ക്രെഡിറ്റ് പീരീഡ് ആയിരിക്കും അതിനകത്ത് ആവശ്യമായിട്ട് വരാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോ പറയോ യെസ് പറയോ? കൃത്യമായിട്ട് ഒരു ഡാറ്റ ഒന്നും ഇല്ലാതെ നിങ്ങളൊരു നോ പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി അതൊരു റോങ് പേഴ്സൺ ആണെങ്കിൽ നിങ്ങളുടെ പൈസ എവിടെ പോയി എന്ന് ചോദിച്ചാൽ മതി. ഇൻ കേസ് നിങ്ങൾ യെസ് പറയുന്നുണ്ടെങ്കിൽ അവിടെയും ഇതേ പ്രശ്നം തന്നെയുണ്ട്. ഒരു ഉറപ്പില്ല നമ്മൾ എന്ത് ഡാറ്റയെ ബേസ് ചെയ്തിട്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. മേ ബി നമുക്ക് കിട്ടാവുന്ന വെച്ച് ഏറ്റവും നല്ല ഓഫർ ആയിരിക്കാം, പക്ഷെ ഇത് കേൾക്കുമ്പോൾ ഇതൊക്കെ സാധിക്കുന്ന കാര്യമാണോ എന്നുള്ള സംശയത്തിന്റെ പുറത്ത് ഒരു പക്ഷെ നോ പറഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റി ഇല്ലാതാവുകയാണ്. അപ്പൊ ഇവിടെ യു ക്യാൻ ജസ്റ്റ് ആസ്ക് ഫോർ എ ബാലൻസ് ഷീറ്റ്. അവരുടെ ബാലൻസ് ഷീറ്റ് കയ്യിലുണ്ടെങ്കിൽ ഈ തീരുമാനം എടുക്കാനായിട്ട് വേറെ ആരുടെയും ഹെൽപ്പ് നിങ്ങൾക്ക് വേണ്ടി വരില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. സോ ഇവിടെ രണ്ട് ബാലൻസ് ഷീറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും അല്ലെ. രണ്ട് കമ്പനീസിനും ലോൺ വേണമെന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. സോ യു ആസ് എ ബാങ്കർ നീഡ്സ് ടു ഡിസൈഡ് വിച്ച് കമ്പനി യു ഷുഡ് ചൂസ്. ഏത് കമ്പനിക്കാണ് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ലോൺ കൊടുക്കുക എന്നുള്ളതാണ് ചിന്തിക്കേണ്ട ഒരു കാര്യം. ഓക്കെ, അപ്പൊ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ഈ രണ്ട് കമ്പനികളിൽ ഏത് കമ്പനി ആയിരിക്കും യു ആസ് എ ബാങ്കർ നിങ്ങൾ സെലക്ട് ചെയ്യാം കമന്റ് ചെയ്ത് വെച്ചോ കേട്ടോ. ഇൻഫാക്ട് ഇൻ റിയാലിറ്റി നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ബാലൻസ് ഷീറ്റ് പോലും നോക്കാതെയാണ് ഇങ്ങനെയുള്ള ചില ഫിനാൻഷ്യൽ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത്. ബാലൻസ് ഷീറ്റ് എന്താന്ന് പോലും അറിയാത്ത ഒരുപാട് ആൾക്കാർ പല കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ജസ്റ്റ് ഈ ഒരു പിക്ചർ നിങ്ങളൊന്ന് കണ്ടിട്ട് നിങ്ങൾ ഏത് കമ്പനി ആയിരിക്കും ഈ പറയുന്ന ലോൺ കൊടുക്കാനായിട്ട് ചൂസ് ചെയ്യാന്നുള്ളതൊന്ന് കമന്റ് ചെയ്ത് വെക്കാം. അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. ഇനി എങ്ങനെയാണ് ഈ ബാലൻസ് ഷീറ്റിനെ കൃത്യമായിട്ട് പഠിക്കുക? ഇതിപ്പോൾ കുറേ ഫിഗേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇന്ന കാര്യങ്ങളുണ്ട്, അപ്പുറത്ത് ഇന്ന കാര്യങ്ങളുണ്ട്. ഇത് വെച്ചിട്ട് നിങ്ങളിപ്പോൾ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട് എ ആണോ ബി ആണോ നിങ്ങൾ എടുത്തിരിക്കുന്ന കമ്പനി എന്നുള്ളത്. ഇനിയാണ് നമ്മൾ ഒരുപാട് കോംപ്ലക്സ് അല്ലാതെ ഒരുപാട് ഡീപ്പ് അല്ലാതെ സിമ്പിളായിട്ട് ഇതിനെ ഒന്ന് അനലൈസ് ചെയ്യാം. ഇനി കുറച്ചും കൂടെ സമയം തന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഐ വിൽ ചൂസ് എ. കമ്പനി എ ആണ് ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്നത്. കാരണം എന്താണ്? അവർക്ക് ഷെയർ ക്യാപിറ്റൽ കൂടുതലുണ്ട് അല്ലേ. ഷെയർ ക്യാപിറ്റൽ കൂടുതലാണ്, നല്ല രീതിയിൽ റിസർവ്സ് ആൻഡ് സർപ്ലസ് ഉണ്ട്, പിന്നെ ലോങ് ടേം ലോൺസ് കുറവാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ അവരുടെ റീപേയ്മെന്റ് കപ്പാസിറ്റി അറിയാത്തത് കൊണ്ട് അവർക്ക് ലോൺ കൊടുക്കാമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടായിരിക്കാം. ഓക്കെ, വിൽ ജസ്റ്റ് ഹോൾഡ് ഓൺ ആൻഡ് സീ. ഓക്കെ, ഇനി കമ്പനി എയുടെ ബാലൻസ് ഷീറ്റ് നോക്കിക്കേ. ലയബിലിറ്റി സൈഡിൽ ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വളരെ കുറവാണ്. അങ്ങനെ ഒരു ഐറ്റം തന്നിട്ടില്ല അല്ലേ. അപ്പോൾ എന്താണ് ഈ ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും ചീപ്പായിട്ടുള്ള ഒരു ഫിനാൻസിംഗ് ആണ് ഡെറ്റ് ഫിനാൻസിംഗ് എന്ന് പറയുന്നത്. ഷെയർ ക്യാപിറ്റലാണ് ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ക്യാപിറ്റൽ. അപ്പോൾ ഇവിടെ ഇവർ യൂസ് ചെയ്തിട്ടുള്ളത് ഡെറ്റ് ഫിനാൻസിംഗ് ആണ്, അതായത് ലോങ് ടേം ലോൺസ് എന്ന രീതിയിൽ. അപ്പോൾ ഏറ്റവും എക്സ്പെൻസീവ് ആയ ഫിനാൻസ് എന്ന് പറയുന്ന ഇക്വിറ്റി ക്യാപിറ്റൽ ഇവിടെ കുറവാണ്. വിച്ച് മീൻസ് ദാറ്റ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കമ്പനി ബിക്ക് കുറവാണ്. ജസ്റ്റ് 150 മാത്രമാണ് ആ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫിനാൻസ് വരുന്നുള്ളൂ. ബാക്കി അവരുടെ ലോങ് ടേം ആയിട്ടുള്ള ബോറോവിങ്സ് ആണ്. ഇനി കമ്പനി എയുടെയും ബിയുടെയും അസറ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ രണ്ടും ഓൾമോസ്റ്റ് സെയിം ആണ്, അല്ലെങ്കിൽ പക്കാ സെയിം ആണ് അല്ലെ. അപ്പോൾ മേ ബി അവർക്കൊരു സെയിം ലൈൻ ഓഫ് ബിസിനസ് ആയിരിക്കാം, അതല്ലെങ്കിൽ അവരുടെ ഏർണിംഗ് കേപ്പബിലിറ്റി ഒരേപോലത്തെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അസറ്റ് സൈഡ് നമുക്ക് ആ ഒരു രീതിയിൽ സെയിം ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അസറ്റ്സ് ആൻഡ് ഏർണിംഗ് കപ്പാസിറ്റി ഈസ് ഓൾമോസ്റ്റ് സെയിം, ബട്ട് ദി ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് ലെസ് ഫോർ കമ്പനി ബി. ആൻഡ് സോ അവരുടെ ടേക്ക് ഹോം പ്രോഫിറ്റും കൂടുതലായിരിക്കും. നമ്മളിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രോഫിറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ കമ്പനി ബിക്കാണ് ആ ഒരു അഡ്വാൻറ്റേജ് കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ബാങ്കറായിട്ട് നിൽക്കുമ്പോൾ ഏത് കമ്പനി ആയിരിക്കും ചൂസ് ചെയ്യുക? അപ്പോൾ നമ്മൾ കുറച്ചൊരു ബേസിക് ആയിട്ടുള്ള ഒരു അനാലിസിസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നേരത്തെ ഇട്ട കമന്റ് നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടോ? പ്ലീസ് നോ, ഹോൾഡ് ഓൺ ചെയ്യുക. കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഈ ബാലൻസ് ഷീറ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ കമ്പനി എ പറയാണ് ഞങ്ങളുടെ അടുത്ത വർഷത്തെ പ്രൊജക്റ്റഡ് സെയിൽസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1000 കോടിയാണ്. കമ്പനി ബി പറയാണ് ഞങ്ങളുടെ പ്രൊജക്റ്റഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 5000 കോടിയാണ്. ഈ പറയുന്ന കോടികൾ കണ്ടിട്ട് ബാങ്കറുടെ കണ്ണ് മഞ്ഞളിക്കാൻ പാടുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. അവർക്ക് കിട്ടേണ്ടത് വെറും 100 കോടിയുടെ ഇൻട്രസ്റ്റ് പേയ്മെന്റ് മാത്രമാണ്. ഈ ലോൺ കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടേണ്ട 100 കോടിയെ പറ്റി മാത്രം അവർ ആലോചിച്ചാൽ മതി. ഈ പറയുന്ന പ്രൊജക്റ്റഡ് സെയിൽസ് റിപ്പോർട്ടിൽ കാണിച്ചിരിക്കുന്ന കോടികളുടെ കാര്യങ്ങളൊന്നും ബാങ്കറെ സംബന്ധിച്ച് വില പോകേണ്ട കാര്യങ്ങളല്ല എന്നർത്ഥം. ഓക്കെ, ഇവിടെ പിന്നെ എന്ത് ഫാക്ടറാണ് ബാങ്കർ ചെക്ക് ചെയ്യേണ്ടത്? സ്റ്റെബിലിറ്റി.
പ്രോഫിറ്റബിലിറ്റി എന്ന കീ ആയിട്ടുള്ള കാര്യത്തേക്കാൾ കൂടുതലായിട്ട് ഒരു ബാങ്കർ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആരും ചിന്തിക്കേണ്ടത് സ്റ്റെബിലിറ്റിയാണ്. ഈ പറയുന്ന ലോണിന്റെ ഡ്യൂറേഷൻ തീരുന്നതിന് മുൻപ് ഏതെങ്കിലും ഒരു കമ്പനി പൊട്ടിപ്പോയാലോ അല്ലെങ്കിൽ ഷട്ട് ഡൗൺ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇവർ ആരോട് പൈസ ചോദിക്കും? അപ്പൊ ഇവർക്ക് വേണ്ടത് കോടികളുടെ പ്രൊജക്ഷൻസ് ഒന്നും അല്ല, സ്റ്റെബിലിറ്റിയാണ്. ഈ ലോൺ തിരിച്ചടയ്ക്കുന്നത് വരെ ഈ കമ്പനി ഇവിടെ തന്നെ ഉണ്ടായിരിക്കും എന്നുള്ള ഉറപ്പാണ് ബാങ്കർക്ക് വേണ്ടത്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഷട്ട് ഡൗൺ ചെയ്ത് പോയി കഴിഞ്ഞാൽ തന്നെയും ഞങ്ങളുടെ പൈസ സേഫ് ആണ് എന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു എലമെന്റ് അതുണ്ടെങ്കിൽ കാര്യങ്ങൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും. സോ സി, കമ്പനി എയിൽ ഫണ്ട് ഇട്ടിരിക്കുന്നവരൊക്കെ അവിടുത്തെ സ്വന്തം ആൾക്കാരാണ്. കമ്പനി എയിൽ ബിക്കോസ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമുക്ക് അറിയാം, അത് ഇക്വിറ്റി ഹോൾഡേഴ്സ് ആണ്. അപ്പൊ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ അവർ പാരന്റ്സ് മക്കളെ നോക്കുന്ന പോലെ ആയിരിക്കും ഈ കമ്പനിയെ നോക്കുന്നത്. സോ ദേ ഹാവ് മോർ സ്കിൽ ഇൻ ദ ഗെയിം. ബട്ട് ഇൻ ദ കേസ് ഓഫ് കമ്പനി ബി, ഇൻവെസ്റ്റേഴ്സ് കൂടുതലും ഔട്ട്സൈഡേഴ്സ് ആണ്. സോ പാസീവ് ഇൻവെസ്റ്റേഴ്സ് ആണ് അവരൊക്കെ തന്നെ, അല്ലേ? അവർക്ക് എത്രത്തോളം ആത്മാർത്ഥത ഉണ്ടായിരിക്കും ഈ കമ്പനി സംബന്ധിക്കുന്ന കാര്യത്തിൽ? കുറച്ചായിരിക്കും. അപ്പൊ ഇവിടെ സി ദ ലയബിലിറ്റി സൈഡ് ഒന്ന് നോക്കിക്കേ. ഇഫ് കമ്പനി ബി ഷട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം ഔട്ട്സൈഡ് ഇൻവെസ്റ്റേഴ്സിന് ഈ ഫണ്ട് തിരിച്ചു കിട്ടും? ആൻഡ് ഓൾസോ സി ദിയർ അസറ്റ് സൈഡിൽ കറന്റ് അസറ്റ് 250 കാണിക്കുന്നത്. ഈ 250 കറന്റ് അസറ്റ്സ് ഉണ്ട്, ഫിക്സ്ഡ് അസറ്റ് 750 ഉണ്ട്. അതേസമയം അവരുടെ ഷെയർ ക്യാപിറ്റൽ വെറും 150 ആണ്. അപ്പൊ ഔട്ട്സൈഡ് ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കാനുള്ള ഫണ്ട് അവിടെ കുറവാണ്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ എത്രത്തോളം റിസ്കിയാണ് ഈ പറയുന്ന കമ്പനി ബി എന്നുള്ളത് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, അല്ലേ? ഒരു പ്രശ്നം വന്ന് ഷട്ട് ഡൗൺ ചെയ്ത് പോയി കഴിഞ്ഞാൽ വെറും 150 ഷെയർ ക്യാപിറ്റലും കൊണ്ട് ഇവരെങ്ങനെയാണ് ഈ പറയുന്ന 700 കോടിയോളം ഇൻവെസ്റ്റേഴ്സിന്റെ കടങ്ങൾ വീട്ടിൽ തീർക്കുക? ഈവൻ നമ്മളിപ്പോൾ അസറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഫിക്സ്ഡ് അസറ്റ്സ് ഉണ്ട്, കറണ്ട് അസറ്റ്സ് ഉണ്ട്. കറണ്ട് അസറ്റ് എത്രത്തോളം പെട്ടെന്ന് നമുക്ക് ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റും, മീൻസ് അത് എൻകാഷ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഉറപ്പില്ല. 750 ഫിക്സ്ഡ് അസറ്റ്സ് ഉണ്ടല്ലോ എന്ന് നിങ്ങൾ ചോദിക്കും. പക്ഷെ എന്താ പ്രശ്നം? ഇത് ബുക്ക് വാല്യൂ ആണ്. നമ്മൾ വിൽക്കുന്ന സമയത്ത് ഈ പറയുന്ന 750 ഒന്നും കിട്ടത്തില്ല, മേ ബി ഒരു 500 ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന്റെ പേയ്മെന്റിന്റെ കാര്യം അവിടെ ഇതാണ് സംഭവം. വാട്ട് അബൌട്ട് കമ്പനി എ? ഡെഫിനറ്റ്ലി കമ്പനി എ ക്യാൻ പേ ഓഫ് ദിയർ ഇൻവെസ്റ്റേഴ്സ്. ദാറ്റ് ഈസ് ബിക്കോസ് after a great consideration and consultation, I came to the conclusion that share capital is more than sufficient to pay their investors. കാരണം 450 ആണ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ലോങ് ടേം ലോൺസ് വരുന്നത് വെറും 200 ആണ്. അപ്പൊ അതിൽ തന്നെ സഫീഷ്യന്റ് ആയിട്ടുള്ള ഫണ്ട്സ് അവരുടെ കയ്യിലുണ്ട്. അത് കൂടാതെ അവർക്ക് ഫിക്സ്ഡ് അസറ്റ്സും കറണ്ട് അസറ്റ്സും അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ തീർച്ചയായും സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന ഫാക്ടർ കമ്പനി എയ്ക്കാണ് കൂടുതലായിട്ട് ബെനിഫിറ്റ് കൊടുക്കുന്നത്. അപ്പൊ ഏകദേശം ഈ രീതിയിലാണ് നമ്മൾ ബാലൻസ് ഷീറ്റിനെ വായിച്ചെടുക്കേണ്ടത്. സോ അത്രേ ഉള്ളൂ. ബാലൻസ് ഷീറ്റ് പഠിക്കുക, ഡിസിഷൻ എടുക്കുക. ഇനി കമ്പനി എ ക്യാൻ ഹാവ് എ ഗുഡ് ചാൻസ് ഓഫ് ബീങ് സെലക്ടഡ്, അല്ലെങ്കിൽ ഈ പറയുന്ന ലോൺ കിട്ടാനായിട്ട് ഒരു ബാങ്കറുടെ പെർസ്പെക്റ്റീവിൽ കമ്പനി എയ്ക്കാണ് കൂടുതൽ ചാൻസ് ഉള്ളത്. ഇപ്പൊ നമ്മൾ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തെങ്കിലും പ്രോഫിറ്റബിലിറ്റി എന്നതിനേക്കാൾ കൂടുതലായിട്ട് ഒരു ഇൻവെസ്റ്റർ ചിന്തിക്കേണ്ടത് കമ്പനികളുടെ സ്റ്റെബിലിറ്റിയാണ്. നമ്മുടെ പണം എപ്പോൾ തിരിച്ചു കിട്ടും അല്ലെങ്കിൽ തിരിച്ചു കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള രീതിയിലുള്ള അനാലിസിസ് ആണ് നമ്മളിപ്പോൾ നടത്തിയത്. ഒരുപാട് ഡീപ്പായിട്ട് ബാലൻസ് ഷീറ്റിനെ പറ്റി എങ്ങനെ അറിയണം, ബാലൻസ് ഷീറ്റ് എങ്ങനെ വായിക്കാൻ പഠിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ബേസിക് ലെവലിലുള്ള അക്കൗണ്ടിങ് കോഴ്സ് ചെയ്തേ പറ്റും. അപ്പോൾ അതിന് എൻട്രഡ് BFC പോലുള്ള കോഴ്സുകളൊക്കെ ധാരാളം അവൈലബിൾ ആണ്. മാത്രമല്ല നമ്മുടെ ഫ്യൂച്ചർ ഫെസ്റ്റും ഓഫേഴ്സും ഒക്കെ ഇപ്പോൾ റണ്ണിംഗ് ആണ്. നിങ്ങൾക്ക് ഏതെങ്കിലും കോഴ്സിനെ പറ്റി അറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെയുള്ള കോൺടാക്റ്റിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. അതെ, ഈ ബാലൻസ് ഷീറ്റ് ഇനി മാനിപ്പുലേറ്റഡ് ആണെങ്കിലോ അതല്ലെങ്കിൽ ഫേക്ക് ആണെങ്കിലോ? അപ്പോൾ ശരി.